ഈ പ്രപഞ്ചത്തിൽ ചില നക്ഷത്രങ്ങൾക്കിടയിൽ അതിശയകരമായ ചില ബന്ധങ്ങളുണ്ട്. ചിലപ്പോൾ സ്നേഹം, ചിലപ്പോൾ കലഹം. അത്തരത്തിലൊരു ബന്ധമാണ് കാറ്റക്ലിസ്മിക് വേരിയബിൾ എന്ന് വിളിക്കുന്ന നക്ഷത്രവ്യവസ്ഥകളുടേത്. നമ്മുടെ സൂര്യനെപ്പോലുള്ള നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ അവശേഷിക്കുന്ന ചുട്ടുപഴുത്ത ഭാഗമാണ് വെളുത്ത കുള്ളൻ അഥവാ വൈറ്റ് ഡ്വാർഫ്. ഈ വെളുത്ത കുള്ളൻ സമീപത്തായി മറ്റൊരു നക്ഷത്രം ഭ്രമണം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു രക്തരക്ഷസിനെപ്പോലെ ആ പങ്കാളി നക്ഷത്രത്തിൽ നിന്ന് ദ്രവ്യം വലിച്ചെടുക്കാൻ തുടങ്ങും. ഇങ്ങനെ മോഷ്ടിച്ചെടുക്കുന്ന ദ്രവ്യം വെളുത്ത കുള്ളന്റെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടി ഒടുവിൽ നോവ എന്ന് വിളിക്കുന്ന അതിശക്തമായ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നു. പതിറ്റാണ്ടുകളായി ഈ സ്ഫോടനാത്മകമായ ഇരട്ട നക്ഷത്രങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ കാൽഡെക്കിൽ നിന്നുള്ള ഒരു പുതിയ പഠനം ആ കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ബന്ധം രൂപപ്പെടാൻ കാരണം ഒരു മൂന്നാമത്തെ നക്ഷത്രമായിരിക്കാം. എന്തായിരുന്നു ആ പഴയ സിദ്ധാന്തം? കോമൺ എൻവലപ്പ്, കോമൺ എക്ംഥം മാതൃക എന്നാണിത് അറിയപ്പെടുന്നത്. ഇതനുസരിച്ച് ഒരു ഇരട്ട നക്ഷത്രത്തിലെ ഒരു നക്ഷത്രം അതിന്റെ അവസാന കാലത്ത് ഒരു ചുവന്ന ഭീമനായി വികസിക്കുന്നു. ഈ വികാസത്തിൽ അത് തന്റെ പങ്കാളി നക്ഷത്രത്തെയും കൂടി ഉള്ളിലാക്കും. രണ്ടുപേരും ഒരു പൊതുവായ വാതക കവചത്തിനുള്ളിൽ അകപ്പെടുന്നു. ഈ കവചം ഒരുതരം വലിവ് ഉണ്ടാക്കുകയും രണ്ട് നക്ഷത്രങ്ങളും പരസ്പരം അടുത്തേക്ക് സർപ്പിളാകൃതിയിൽ ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അവസാനം ഈ കവചം പുറന്തള്ളപ്പെടുമ്പോൾ പരസ്പരം ദ്രവ്യം കൈമാറാൻ തക്കവണ്ണം വളരെ അടുത്തുള്ള ഒരു ഇരട്ട നക്ഷത്ര വ്യവസ്ഥ ബാക്കിയാകും. കഴിഞ്ഞ 50 വർഷമായി ഇതൊരു 2 നക്ഷത്രങ്ങൾ മാത്രമുള്ള കഥയായാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ കഥയിൽ ഒരു മൂന്നാമൻ സ്ഥാനമുണ്ടോ? കാൽഡെക്കിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ഷയാൻ ഷരിയാത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ചോദ്യം ചോദിച്ചു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗയ ദൗത്യത്തിൽ നിന്നുള്ള ഡാറ്റ പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടി. അറിയപ്പെടുന്ന കാറ്റക്ലിസ്മിക് വേരിയബിളുകളിൽ കുറഞ്ഞത് 10% എങ്കിലും 3 നക്ഷത്രങ്ങളുള്ള സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് അവർ കണ്ടെത്തി. ഇത് യാദൃശ്ചികമായി സംഭവിക്കാവുന്നതിലും വളരെ കൂടുതലായിരുന്നു. ഈ മൂന്നാമൻ എങ്ങനെയാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത്? ഉത്തരം കണ്ടെത്താൻ ഗവേഷകർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ നടത്തി. അതിൽ നിന്ന് 2 പ്രധാന വഴികൾ തെളിഞ്ഞുവന്നു. ഒന്നാമത്തെ വഴി, ചില സന്ദർഭങ്ങളിൽ അകലെയുള്ള മൂന്നാമത്തെ നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണം അടുത്തുള്ള ഇരട്ടകളുടെ ഭ്രമണപഥത്തെ ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി അതിനെ ഒരു സൂപ്പർ എക്സെൻട്രിക് ഓർബിറ്റാക്കി മാറ്റുന്നു. ഈ വലിയ ഭ്രമണപഥത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ പങ്കാളി നക്ഷത്രം വെളുത്ത കുള്ളനോട് വളരെ അടുത്തുവരും. ഇത് അവരുടെ ഭ്രമണപഥം സ്ഥിരമായി ചുരുങ്ങാൻ കാരണമാകുന്നു. ഇവിടെ പഴയ കോമൺ എൻവലപ്പ് ഘട്ടത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അവർ ഒരുമിക്കുന്നു. രണ്ടാമത്തെ വഴി, മറ്റ് ചിലപ്പോൾ ഈ മൂന്നാമൻ ഒരു സഹായിയുടെ റോൾ ചെയ്യുന്നു. അകലെയുള്ള നക്ഷത്രം അടുത്തുള്ള ഇരട്ടകളെ പരസ്പരം അടുത്തേക്ക് ചെറുതായി തള്ളിവിടുന്നു. ഇത് പഴയ കോമൺ എൻവലപ്പ് പ്രക്രിയ തുടങ്ങാൻ സഹായിക്കുന്നു. സിമുലേഷനുകൾ പ്രവചിച്ചത് അതിലും അപ്പുറമായിരുന്നു. നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടി കണക്കിലെടുത്തപ്പോൾ ഏകദേശം 40% കാറ്റക്ലിസ്മിക് വേരിയബിളുകളും ഒരു മൂന്നാം നക്ഷത്രത്തിന്റെ സഹായത്തോടെ രൂപപ്പെട്ടതാകാം എന്ന് മോഡലുകൾ കാണിച്ചു. ഗയ ദൗത്യത്തിൽ 10% മാത്രം കണ്ടതിന് കാരണം ഈ മൂന്നാമത്തെ നക്ഷത്രം ഒന്നുകിൽ വളരെ മങ്ങിയതോ അല്ലെങ്കിൽ കാലക്രമേണ ആ സിസ്റ്റത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതോ ആകാം. ഈ സിദ്ധാന്തത്തിന് ഒരു തെളിവ് കൂടി അവർ കണ്ടെത്തി. മൂന്നാം നക്ഷത്രം സഹായിക്കുന്ന സിസ്റ്റങ്ങളിൽ അടുത്തുള്ള ഇരട്ടകളും ആ മൂന്നാമനും തമ്മിൽ സാധാരണയിലും കൂടുതൽ അകലം ഉണ്ടാകുമെന്ന് സിമുലേഷൻ പ്രവചിച്ചു. ഗയ ഡാറ്റ വീണ്ടും പരിശോധിച്ചപ്പോൾ അതും ശരിയാണെന്ന് തെളിഞ്ഞു. ചുരുക്കത്തിൽ കഴിഞ്ഞ 50 വർഷമായി നമ്മൾ കണ്ടിരുന്നത് ഒരു ഇരട്ട നക്ഷത്ര നാടകം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും ഈ കഥയിലെ പ്രധാന വഴിത്തിരിവിന് കാരണം അണിയറയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മൂന്നാമനായിരുന്നു എന്ന്. പ്രപഞ്ചത്തിലെ ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്ര സങ്കീർണമാണെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്.